നമ്മൾ വീഴും ഉറപ്പായിട്ടും. കാരണം നമ്മളുടെയൊക്കെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഇങ്ങനൊരു സ്ട്രെയിറ്റ് ലൈൻ അല്ല. നമ്മളൊക്കെ ഇങ്ങനെയാണ് പോകുന്നത്. ഈ ഇറങ്ങും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആ ഇറങ്ങുന്ന സമയത്ത് അടിത്തട്ടിലേക്ക് പോകാതിരിക്കണമെങ്കിൽ എവിടെങ്കിലും നമ്മളെ ഒന്ന് താങ്ങി നിർത്താൻ പറ്റണം. ഇപ്പൊ കോഴിക്കോട് വിഷയം ഉണ്ടായ സമയം ഞാൻ വീണതാണ്. വീണിട്ട് ഞാൻ വന്ന് വീണത് കിങ്സ് ക്ലബ്ബുകാരുടെ മടിയിലേക്കാണ് വീഴുന്നത്, അവരുടെ കൈകളിലേക്കാണ് വീഴുന്നത്. അതുകൊണ്ട് എന്താ, നെക്സ്റ്റ് ഡേ മോർണിംഗ്, ഏർലി മോർണിംഗ് ഇവരെല്ലാവരും 350 പേര് ക്ലാസ്സിലിരിക്കുക, ഓൺലൈൻ ക്ലാസ്സിൽ. അവരെല്ലാ ദിവസവും ഉണ്ട്. ഞാൻ വന്ന് വീണത് അവരുടെ കയ്യിലാണ്. എന്താണ് എന്നെ സംബന്ധിച്ച് കിങ്സ് ക്ലബ്? എൻ്റെ നെഗറ്റീവ് പ്രിപ്പറേഷൻ. എന്തിനാണ് ഗോൾഡൻ ഗൂസ്? നമ്മൾ മനുഷ്യരാണ്. മനുഷ്യർക്ക് എപ്പോഴും ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യ ഒരിടത്തും പോയി കൈ നീട്ടി നിൽക്കേണ്ട അവസ്ഥ വരരുത്. അവർക്ക് ഒരു നിത്യ വരുമാനം നേടിക്കൊടുക്കാൻ നമുക്ക് പറ്റണം. അവർക്കൊരു മാസം ആരെയും ആശ്രയിക്കാതെ ജീവിക്കാനുള്ള വരുമാന സ്രോതസ് ഉണ്ടാക്കിയിടാൻ നമുക്ക് പറ്റണമെന്നേ. അപ്പോഴാണ് ആ കുടുംബത്തിലുള്ളവർക്ക് നമ്മളോട് സ്നേഹവും ബഹുമാനവും ഉണ്ടാവുന്നത്. ഒരു ബിസിനസ്സിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരരുത്, ഒരു വരുമാനത്തെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരരുത് നമ്മളുടെ കുടുംബത്തിന് കഴിയാൻ. നമ്മളുടെ വരുമാനം കൂടി എന്നും പറഞ്ഞ് ചെലവ് കൂട്ടണമെന്നില്ല. അപ്പോ ഈ മുട്ട വിറ്റ് കിട്ടുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അടുത്ത താറാവിനെ മേടിക്കാം. എല്ലാ മുട്ടയും വിറ്റ് തിന്നണമെന്നില്ല. കുറച്ച് ഈ ആദ്യത്തെ ഈ കാശില്ലാത്ത സമയത്താണ് നമുക്ക് കാശ് കിട്ടിയിട്ട് എനിക്ക് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ കാശായി കഴിയുമ്പം ഇതിനോടൊന്നും ഒരു ക്രേസ് കാണത്തില്ല. കാശുള്ളവർക്ക് ചെലവില്ലെന്നേ, അത് നിങ്ങൾക്കറിയോ? കാശുള്ളവനെല്ലാം ഫ്രീയാ. ഇപ്പം എമിറേറ്റ്സിൽ ഇന്നലെ കൊണ്ട് വരുമ്പോൾ ഫസ്റ്റ് ക്ലാസ്സിലേക്ക്, എല്ലാ ഫ്ലൈറ്റിലും ഫസ്റ്റ് ക്ലാസ്സിലേക്ക് ഫ്രീ അപ്ഗ്രഡേഷൻ. കാശുള്ളവർക്ക് അങ്ങനെയാ. കാശുള്ളവർക്ക് വീട്ടിൽ കൊണ്ടുതരും കാർഡ്. 25-30 ലക്ഷം രൂപയുടെ ക്രെഡിറ്റ് കാർഡ് ഇങ്ങോട്ട് കൊണ്ട് തന്നിട്ട്, സാർ ഇത് കയ്യിൽ ഇരിക്കട്ടെ എന്നും പറഞ്ഞ് ബാങ്കുകാർ പിന്നാലെ കൊണ്ടുവന്ന് തരുവന്നേ. കാശുണ്ടെങ്കിൽ. കാശില്ലെങ്കിൽ 30,000 രൂപയ്ക്ക് ഞാൻ ഇവന്റെയൊക്കെ പിന്നാലെ നടന്നിട്ടുണ്ട്. അതേ കായംകുളം ICICI ബാങ്കിന്റെ ബ്രാഞ്ച് മാനേജർ ഇപ്പൊ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, സാർ മന്ദന്റാണ്, ഒരു എന്തെങ്കിലും ഒന്ന് ഹോൾഡ് ചെയ്തേക്കണേ സാർ, കുറച്ച് പൈസ അങ്ങോട്ടൊന്ന് മാറ്റിയേക്കണേ സാർ. അഭിമാനത്തോടുകൂടി ജീവിക്കാൻ പറ്റണം, അന്തസ്സോടുകൂടി മരിക്കാൻ പറ്റണം. ഏത് സമയവും മരിക്കാൻ തയ്യാറായിരിക്കണം നമ്മൾ, അഭിമാനത്തോടുകൂടി. അങ്ങനെ മരിക്കാൻ തയ്യാറാകണമെങ്കിൽ എന്ത് വേണം? ഗോൾഡൻ ഗൂസ് വേണം. പൊന്മുട്ടയിടുന്ന താറാവിന്റെ ആ ഫാം വേണമെന്നേ. അതെത്ര ചെറുതായിക്കോട്ടെ, എത്ര വലുതായിക്കോട്ടെ. നമ്മുടെ ബിസിനസ്സിനെ ഒരു താറാവായി കാണരുത്. ആ ബിസിനസ്സിലെ പ്രോഫിറ്റ് ഉപയോഗിച്ച് നമുക്കിത് ചെയ്യാൻ പറ്റണം. സോ എന്താ പറഞ്ഞുകൊണ്ടിരുന്നേ? നമുക്ക് 4 പ്രിൻസിപ്പിൾസ്. അപ്പൊ എനിക്ക് മനസ്സിലായി, ഞാൻ കടം വാങ്ങിച്ചതാണ് എൻ്റെ പ്രശ്നം. എനിക്ക് എത്ര കാശ് കിട്ടിയിട്ട് മുഴുക്കുന്നില്ല. കാരണം എന്താ? പലിശ കൊടുക്കാൻ പലിശയ്ക്ക് എടുക്കുക. കാരണം അതിനും വേണ്ടി കടം. 1,28,00,000 രൂപയായിരുന്നു 2016 എൻ്റെ കടം. 1,28,00,000 രൂപ. പക്ഷെ ആ കടം വീട്ടാൻ എനിക്ക് കേവലം 6 മാസത്തെ ബുദ്ധിമുട്ടേ വന്നുള്ളൂ. 6 മാസം ഞാൻ മെനക്കെട്ടപ്പോ എനിക്കത് ക്ലിയർ ചെയ്യാൻ പറ്റി. നമ്മൾ പഠിക്കും എങ്ങനെ എന്ന്. അതാണ് പ്രീമിയം സെല്ലിംഗ് സീക്രട്ട്. മൂന്നാമത്തെ ഞാൻ മനസ്സിലാക്കിയ എൻ്റെ മൂന്നാമത്തെ തെറ്റ്, എൻ്റെ ബിസിനസ്സുകൾ പൊളിയാനുള്ള മൂന്നാമത്തെ തെറ്റ്, മീറ്റ് വിത്ത് യുവർ അക്കൗണ്ടന്റ് അറ്റ്ലീസ്റ്റ് once in a month. Meet your accountant at least once in a month. മാസത്തിൽ ഒരിക്കലെങ്കിലും അക്കൗണ്ടന്റിന്റെ ഒപ്പം ഇരിക്കണം. ഇത് കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ, എ ലിറ്റിൽ ഹാബിറ്റ്. പക്ഷെ ഇത് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എന്താണെന്നറിയോ? ഓരോ തവണ നമ്മളുടെ ബിസിനസ്സിലെ നമ്മളുടെ നമ്പേഴ്സ് നോക്കുമ്പോൾ, കണക്ക് നോക്കുമ്പോൾ, യു വിൽ ലേൺ സംതിങ് ന്യൂ. ബിസിനസ്സിൽ ഓരോ തവണയും നമ്മൾ നോക്കേണ്ടത് കണക്കാണ്. കാരണം ബിസിനസ് മാനേജ്മെന്റ് ഈസ് മണി മാനേജ്മെന്റ്. ആ കണക്ക് നോക്കുമ്പോൾ അറിയാം ഏതൊക്കെ എംപ്ലോയീസ് ആണ് പ്രൊഡക്റ്റീവ്, ഏതൊക്കെ പ്രൊഡക്റ്റാണ് പ്രോഫിറ്റബിൾ, ഏതൊക്കെ സർവീസസ് ആണ് ലോസ് മേക്കിംഗ്, ഏതൊക്കെ ബ്രാഞ്ചുകളാണ് പൂട്ടേണ്ടത്. തുടങ്ങുന്നതിലല്ല കേട്ടോ, നിർത്തുന്നതിലാണ് മിടുക്ക്. തുടങ്ങാൻ ആർക്കും പറ്റും, നിർത്താൻ ചങ്കൂറ്റം വേണം. ലോസ് മേക്കിംഗ് ആണോ? നിർത്ത്. ഒരുത്തനും കാണില്ല നമ്മളുടെ കൂടെ.
ഈ പറയുന്ന ഡയലോഗ് അടിക്കുന്ന ഒരുത്തനും കാണില്ല. എന്ന് നമ്മുടെ ബിസിനസ് ആ ഡിക്ലൈൻ സ്റ്റേജിലേക്ക് കയറി എന്ന് മനസ്സിലാക്കുന്നോ അന്ന് നിർത്തിക്കോണം. എന്ന് നിങ്ങളുടെ ബിസിനസ്സിൽ പ്രോഫിറ്റ് ഇല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നോ അന്ന് നിർത്തിക്കോണം. ഉള്ളത് വെച്ച് നിർത്തിക്കോണം. നമ്മളിവിടെ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല ജീവിതകാലം മുഴുവൻ ഈ പ്രൊഡക്റ്റ് അങ്ങ് വിറ്റ് ജീവിച്ചേക്കാവുന്നു. ചില ബിസിനസ്സുകളുണ്ട്, ചില പ്രൊഡക്റ്റുകളുണ്ട് കാലഹരണപ്പെടുന്നത്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അത് റെഡ് ഓഷ്യനിലേക്ക് കയറുന്നതിന് മുന്നേ തന്നെ അതിൽ നിന്ന് എക്സിറ്റ് അടിക്കുന്നവനാണ് മിടുക്കൻ. സോ whenever you look at your financial statements, you learn something new. നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മളുടെ ബിസിനസിന്റെ കഥ നമ്മളോട് പറയുന്നത്. സ്റ്റോറി ഓഫ് യുവർ ബിസിനസ് എവിടെ ഇരിക്കുന്നത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. 3 സ്റ്റേറ്റ്മെന്റ് ആണ്. 1 P&L, പ്രോഫിറ്റ് ആൻഡ് ലോസ്. 2 ബാലൻസ് ഷീറ്റ്. 3 ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. നമ്മുടെ ബിസിനസിന്റെ ഈ 3 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വായിക്കാനും പഠിക്കാനും നമ്മൾ അറിഞ്ഞിരിക്കണം. അക്കൗണ്ടന്റിന്റെ അടുത്ത് ചെന്നിരിക്കണം. ഓരോ മാസത്തെ എക്സ്പെൻസ് എടുപ്പിക്കണം. ഇതെന്തിനാ ഇത്രയും പൈസ ചെലവായേ? അതെന്തിനായിരുന്നു? ഈ പൈസ എന്തിൻ്റെ ആയിരുന്നു? അതെത്രയാ വന്നേ? നിങ്ങൾക്കറിയുമോ? നമ്മളുടെ ലാഭമാണ് ഈ പോകുന്നതെല്ലാം. അത് ഓഫീസിൽ അധികമായി ഉപയോഗിക്കുന്ന ഒരു കഷ്ണം പേപ്പർ ആയിക്കോട്ടെ. നമ്പർ 4, നിങ്ങൾക്ക് ഗോൾഡൻ ഗൂസ് ഉണ്ടാക്കണമെങ്കിൽ, നിങ്ങൾക്ക് പേഴ്സണൽ ഫിനാൻസ് ഉണ്ടാക്കണമെങ്കിൽ, നിങ്ങളുടെ ബിസിനസ് സക്സസ്ഫുൾ ആയി പോകണമെങ്കിൽ ഗെറ്റ് പെയ്ഡ് ഫസ്റ്റ്. ആദ്യം പേയ്മെന്റ് മേടിക്കണം. കാരണം റിച്ച് പീപ്പിൾ ഗെറ്റ്സ് പെയ്ഡ് ബിഫോർ ഡൂയിങ് ദെയർ വർക്ക്. പുവർ പീപ്പിൾ ഗെറ്റ്സ് പെയ്ഡ് ആഫ്റ്റർ ഡൂയിങ് ദെയർ വർക്ക്. നിങ്ങൾ റിച്ച് ആണോ പുവർ ആണോ എന്നറിയാൻ നിങ്ങളുടെ പേയ്മെന്റ് രീതി നോക്കിയാൽ മതി. പണി എടുത്തു കഴിഞ്ഞാണ് നിങ്ങൾക്ക് കാശ് കിട്ടുന്നതെങ്കിൽ യു ആർ പുവർ. യു ഡോണ്ട് ഹാവ് എനി ഡിമാൻഡ്. പണി എടുക്കുന്നതിന് മുന്നേ കാശ് കിട്ടുന്നുണ്ടെങ്കിൽ യു ആർ റിച്ച്. നിങ്ങളുടെ പ്രശ്നം ലാഭമില്ലാത്തതല്ല, പിച്ചിപ്പറിച്ചാ നിങ്ങൾക്ക് പൈസ തരുന്ന കസ്റ്റമർ, അതും പണി കഴിഞ്ഞതിന് ശേഷം. ആ പൈസ മേടിക്കാനാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ലാഭം ചെലവാക്കുന്നത്. അവന്റെ കയ്യിൽ നിന്ന് ആ പൈസ മേടിക്കാനാണ് നമുക്ക് ഏറ്റവും വലിയ ചെലവ്. ഈ ചെലവ് നമ്മൾ എക്സ്പെൻസിൽ കൂട്ടത്തുമില്ല. ഇവന്റെ കോസ്റ്റ് എടുക്കുന്ന സമയത്ത് ഇത് കൂട്ടത്തുമില്ല. ഗെറ്റ് പെയ്ഡ് ഫസ്റ്റ്. ഇതുകൊണ്ട് എനിക്ക് അക്കൗണ്ട്സ് റിസീവബിൾസ് എന്ന് പറയുന്ന പരിപാടിയില്ല. ഐ ഡോണ്ട് വാണ്ട് ടു ചേസ് മൈ കസ്റ്റമർ ഫോർ മൈ മണി. ഐ ആം നോട്ട് ഇൻ കളക്ഷൻ ബിസിനസ്, ഐ ആം ഇൻ ക്യാഷ് ഫ്ലോ ബിസിനസ് എന്ന് പറയാൻ പറ്റണം. കളക്ഷൻ ബിസിനസ്സിലല്ല, ഞാൻ ക്യാഷ് ഫ്ലോ ബിസിനസ്സിലാണ് എന്ന് പറയാൻ പറ്റണം ബിസിനസ്സുകാരന്. എന്റെ ചോദ്യം, ആർ യു ഇൻ കളക്ഷൻ ബിസിനസ് ഓർ ക്യാഷ് ഫ്ലോ ബിസിനസ്? എനിക്ക് പൈസ ആദ്യം കിട്ടിയേ പറ്റൂ. ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ പൈസ എത്ര നാൾ മുന്നേ നിങ്ങൾ തന്നു? 1 മാസം മുന്നേ തന്നവരുണ്ട്, 1.5 മാസം മുന്നേ തന്നവരുണ്ട്. പൈസ തരാത്ത ഒരാൾ പോലും ഇന്ന് ഇതിൻ്റെ അകത്ത് കയറിയിട്ടില്ല, കയറില്ല. ഐ ഗെറ്റ് പെയ്ഡ് ബിഫോർ ഡൂയിങ് ദ വർക്ക്. എന്തുകൊണ്ടാണ് ഇത് ഇത്രയും ക്രിറ്റിക്കൽ? ഇറ്റ് അഫക്ട്സ് യുവർ ക്യാഷ് ഫ്ലോ. ഇറ്റ് അഫക്ട്സ് യുവർ ക്യാഷ് ഫ്ലോ. എത്ര അപ്ഫ്രണ്ട് നമുക്ക് കിട്ടുന്നോ, എത്ര മുന്നേ നമുക്ക് കിട്ടുന്നോ, അത്രയും മികച്ച രീതിയിൽ ആ പണത്തെ നമ്മൾ മുമ്പേ പറഞ്ഞില്ലേ യൂസ് ചെയ്യാം.